5 days 5000 രൂപ ക്യാപിറ്റല്, അതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത് 4200. അതായത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിരുന്ന നമ്മളൊരു 30 ദിവസത്തെ ODOT ചലഞ്ച്, അതായത് ഒരു സ്ട്രാറ്റജിയാണ്. 1 day 1 trade എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് 30 ദിവസത്തേക്ക് നമ്മുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ 5 ദിവസത്തെ പ്രോഫിറ്റ് ആണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതായത് 5000 രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് 4200 രൂപയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. അതിന് തൊട്ട് മുൻപ് ഇതിന് പ്രൂഫായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 10 ദിവസത്തെ P&L ആയിരുന്നു. അതിലും ഇതേപോലെ തന്നെ നമ്മൾ 5000 രൂപ കൊണ്ട് ഏകദേശം 4700 രൂപയാണ് 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. പക്ഷെ അതിലും കൂടുതൽ പെർസെന്റേജ് ആണ് ഈ ഒരു 5 ദിവസത്തിൽ ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ എങ്ങനെയാണ് ODOT സ്ട്രാറ്റജി വരുന്നത്, അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ കൂടുതൽ പറയുന്നത്. ഈ ഒരു ODOT സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇത് 1 day 1 trade എന്ന് പറയുന്നത് നമുക്ക് ഏത് സ്ട്രാറ്റജിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ്. അതായത് റിസ്ക് മാനേജ്മെന്റിൽ വരുന്ന റൂള്. അതായത് ഒരു ദിവസം എന്തൊക്കെ നമ്മൾ എത്ര നല്ല മൂവ്മെന്റ് വന്നാലും അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്കൊരു 19,000 രൂപ പല ട്രേഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും നല്ല ദിവസമാണ്. എങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇത്ര നാൾ ചെയ്തതിൽ നിന്ന് ഫസ്റ്റ് ഡേ ഒരുവിധം എല്ലാവരുടെയും, എന്റെ അടക്കം എല്ലാവരുടെയും ഫസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ അത്രയും ശ്രദ്ധിച്ച് ആ ഒരു ദിവസം അത്രയും പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട്, അതായത് ഇന്ന് നമുക്ക് നല്ലൊരു മൊമെന്റം കിട്ടും, നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ആ ഒരു കോൺഫിഡൻസിൽ അത്രയും പോസിറ്റീവായിട്ട് നമ്മൾ അത്രയും ശ്രദ്ധിച്ച് നമ്മുടെ സ്ട്രാറ്റജികളും അതിന്റെ പ്ലാനിങ്സ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അത്രയും കറക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ആദ്യത്തെ ട്രേഡ് എടുക്കുന്നത്. അപ്പൊ അതില് നമുക്ക് പരമാവധി അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് പോസിറ്റീവ് പ്രോഫിറ്റ് ആയിരിക്കും. അതിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ODOT സ്ട്രാറ്റജിയുടെ മെയിൻ പോയിന്റ്. അതായത് നമുക്കിപ്പോ ലോസ് വന്നു, ആദ്യത്തെ സ്ട്രാറ്റജിയിൽ തന്നെ ലോസ് വന്നു ഉണ്ടാവാവുന്നതാണ്. ട്രേഡിങ്ങിന്റെ പാർട്ടാണ് ഈ ലോസ് എന്ന് പറയുന്നത്, പാർട്ട് ഓഫ് ട്രേഡിംഗ് ആണ്. അപ്പൊ ലോസ് ഉണ്ടാവാം. പക്ഷെ അതില് നമ്മൾ നിർത്താണെങ്കിൽ അവിടെ ലോസ് ലിമിറ്റഡ് ആണ്. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് അവിടെ റിവെഞ്ച് ട്രേഡിംഗ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് അത് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു മൈൻഡ് വരാം. അവിടെ നമുക്ക് ലോസ് കൂടാനാണ് സാധ്യത. അങ്ങനെയാണ് ഒരുപാട് പേർക്ക് ഉണ്ടാവാറുള്ളത്. ഇനി നമുക്ക് പോസിറ്റീവായി നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, അപ്പൊ നമ്മൾ അവിടെ ഓവർ കോൺഫിഡൻസ് ആയി നമ്മൾ മേ ബി ഇമ്പൾസീവ് ആയിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് അവിടെയും നമ്മുടെ സ്ട്രാറ്റജി മേ ബി ബ്രോക്കായി നമുക്ക് ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ അവിടെ നിർത്തുക എന്നുള്ള കാര്യം, നിങ്ങളുടെ ഇമോഷണൽ അവയർനെസ് കറക്റ്റ് ആക്കി നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് അവിടെ അവസാനിപ്പിക്കാനായിട്ട് പറ്റണം. ആ ഒരു ദിവസത്തെ ട്രേഡിംഗ് അവിടെ അവസാനിപ്പിക്കാൻ പറ്റണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മന്ത് എൻഡിലെ നിങ്ങളുടെ P&L നോക്കുമ്പോൾ അത് വളരെ നല്ലൊരു ഗ്രീൻ കളറിൽ നല്ലൊരു പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഏകദേശം ഇപ്പൊ 2 ആഴ്ചത്തെ P&L നമ്മൾ ഓൾറെഡി കാണിച്ചു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഒരുപാട് സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയോ, HL, ക്രോസ് വേരിയേഷൻ, മൂവിങ് ആവറേജ്, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ പ്രൈസ് ആക്ഷനിൽ വരുന്ന സ്ട്രാറ്റജീസ് ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന റൂളുകൾ നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പോസിറ്റീവ് ആവാൻ വളരെ സാധ്യതയുണ്ട്. അപ്പൊ ഈ ODOT സ്ട്രാറ്റജി എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചതിനുള്ള റിപ്ലൈ ആണ്, അതൊരു സ്ട്രാറ്റജി അല്ല, ഏത് സ്ട്രാറ്റജിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ്. ഇത് ശ്രദ്ധിച്ച് കീപ്പ് ചെയ്ത്, അതായത് നിങ്ങൾ ഏത് സ്ട്രാറ്റജി നോക്കിയാലും അതിന്റെ ഒരു പെർസെന്റേജ് ഉണ്ട്, അതായത് സക്സസ് റേറ്റ് ഉണ്ട്. അതിൽ 100% സക്സസ് റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്, അത് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള റിസ്ക് മാനേജ്മെന്റ് കറക്റ്റ് ആക്കി നിങ്ങളുടെ P&L-ഉം പ്രോഫിറ്റ് ആക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന്, ഫാമിലിക്ക്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതിൽ പഠിക്കണം എന്നുള്ളവർക്കായാലും താഴെ നമ്പറിൽ ഹായ് എന്ന് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. എങ്ങനെ റിസ്ക് മാനേജ്മെന്റ് വെച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതിൽ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ആൻഡ് ബൈ.